ഹലോ എവ്രി വൺ, ഇന്നത്തെ പുതിയ ഒരു വേക്കൻസി ഹണ്ട് സീരീസിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശങ്കരയ്യ ജംഗ്ഷനിലുള്ള വെസ്റ്റേൺ പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിങ്ങിലാണ്. ഇന്ന് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് എംഫിൽഡ് സ്റ്റഡി എബ്രോഡിൽ വേക്കൻസികൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് വേക്കൻസികളെന്നും അതുപോലെ വേറെ എന്താണ് സ്മാർട്ട് ടൈം ജോബ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്നും ഞങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ പറയാം. എൻ്റെ കൂടെ വരും കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ വെസ്റ്റേൺ പ്ലാസയുടെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരാനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്, കാരണം ബസ് ഒക്കെ നിർത്തുന്നത് ഈ ഒരു ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ വരാനും പോകാനും വളരെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ ഞാൻ എൻഫീൽഡ് സ്റ്റഡി എബ്രോഡിൻ്റെ അടുത്തെത്തിയേക്കാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയി കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം. സോ മോസ്റ്റ് വെൽക്കം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്ന എൻഫീൽഡ് സ്റ്റഡി അബ്രോഡാണ്. അപ്പോൾ ഇവരുടെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ MBA, MSc നഴ്സിംഗ്, AI, അതുപോലെ തന്നെ ഹെൽത്ത് സയൻസ് ഇതിൻ്റെയൊക്കെ കോഴ്സസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് വിദേശത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലും അതുപോലെ UAയിലും UK ഒക്കെയുള്ള പഠനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ അഡ്മിഷൻസിന് എല്ലാ സപ്പോർട്ടും, സ്റ്റഡി എബ്രോഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും, അവിടേക്ക് പോകാനായിട്ടുള്ള വിസ പ്രോസസ്സിങ്ങും, അതുപോലെ നിങ്ങളുടെ കോഴ്സ് അഡ്മിഷനും, അതുപോലെ കോളേജ് ഫീസും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഓഫീസ് തന്നെ ഭയങ്കര ഒരു വൈബാണ്. ഒരുപാട് നല്ല രസത്തിലുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് സ്മാർട്ട് ടൈം ജോബ്സിൻ്റെ പ്രത്യേകതകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ടൈം ജോബ്സിൽ സാധാരണ രീതിയിൽ ഒരു കുട്ടി അവരുടെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് എങ്ങനെയാണ് ഒരു CV പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗ്രൂം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരൊരു ഇൻ്റർവ്യൂവിൽ ആളുകളെ ഫേസ് ചെയ്യേണ്ടത്, അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് ഗ്രൂം ചെയ്ത് നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ പാനലിനെ കറക്റ്റായിട്ട് എന്താ പറയുക ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. അത് നമ്മൾ എക്സാമിന് മെമ്മറൈസ് ചെയ്യുന്ന പോലെയല്ല, ഒരു സ്പോട്ടീവായിട്ടുള്ള ഒരു ആക്ഷനാണ് ഇൻ്റർവ്യൂയുടെ പെർഫോമൻസ്. അത് എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ സ്മാർട്ട് ടൈം ജോബ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്നെടുത്ത് കാണുക. ആൻഡ് നിങ്ങൾക്ക് CVകൾ അയച്ചു കഴിഞ്ഞാൽ നമ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് CV അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസികൾ ഞങ്ങൾ തിരഞ്ഞു തരാം. അതിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് അയക്കാം. നിങ്ങൾക്ക് അവിടെ പോയി വരിയൊന്നും നിൽക്കാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവും. സാധാരണ നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാലറി 20,000 ആണെങ്കിൽ 10,000 അവരുടെ സർവീസ് ചാർജും കൂടാതെ രജിസ്ട്രേഷൻ ഫീസും. അപ്പോൾ ഇതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ സ്മാർട്ട് ടൈം ജോബ്സിൽ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് രജിസ്ട്രേഷൻ എമൗണ്ട്, ചെറിയ രജിസ്ട്രേഷൻ എമൗണ്ടിൽ ഒരു വർഷം നിങ്ങൾക്ക് റെഗുലറായിട്ട് വേക്കൻസികൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ വേക്കൻസികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പല സ്ട്രീം ലൈനിലുള്ളവരാണല്ലോ, അവർക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേക്കൻസി മോഡുകളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഹാഫ് സാലറി ഇല്ല, 1 ഇയറൊക്കെ സർവീസ് പീരീഡ് ഉണ്ടാകുമ്പോഴുള്ള ബെനിഫിറ്റ്സും കൂടെ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു ജോലി സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അവിടെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇരിക്കാം, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കാം, അല്ലെങ്കിൽ സാലറി ഹൈക്ക് പറഞ്ഞിട്ട് അവർ തന്നില്ല എന്നിരിക്കാം. അപ്പോൾ ജോബ് ഇടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ 1 ഇയർ സർവീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു വർഷം നിങ്ങൾക്ക് ഒരു ജോബിൽ പെർമനൻ്റ്ലി നിങ്ങൾ സെറ്റ് ആവുന്ന വരയ്ക്കും നമ്മുടെ ഹാൻഡ് ഹോൾഡിങ് തുടരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു യുണീക്നെസ്. അതും ചെറിയ എമൗണ്ടിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇവിടുത്തെ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് അക്കാഡമിക് കൗൺസിലേഴ്സ് എന്നുള്ള ഒരു പ്രൊഫൈലിലോട്ടാണ് കാൻഡിഡേറ്റ്സിനെ വേണ്ടത്. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ സ്റ്റഡി അബ്രോഡിൽ എന്താ പറയുക അവരെ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ആൾ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ആംബിയൻസിൽ വളരെ കൂൾ ആൻഡ് കംഫർട്ടബിളി സിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്ന് സംസാരിച്ച് വേക്കൻസികളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് വരാനും പോവാനും ഒക്കെയുള്ള ഒരു കംഫർട്ടബിലിറ്റി ഫസ്റ്റ് തിങ്.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥല സൗകര്യത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നോർമൽ ഓഫീസ് ടൈമിങ്ങിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അടുത്ത സംഭവം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വർക്കിനോടുള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദി തിങ്സ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പാക്കേജും പിന്നെ ഇൻസെൻറ്റീവും ഒക്കെ ഉള്ള അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ നേരിട്ട് വന്നിട്ട് എന്തിനാണ് വേക്കൻസി എടുക്കുന്നത് എന്നുള്ളതാണ്. സാധാരണ കാൻഡിഡേറ്റ്സ് നേരെ നമ്മൾ പറയും ഇവിടെയാണ് അവിടെയാണെന്നൊക്കെ ഫോണിലൂടെ ഉള്ളൊരു ബന്ധം മാത്രമായിരുന്നു സ്മാർട്ട് ടൈമിന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്മാർട്ട് ടൈം ജോബ്സ് അവിടെ നേരിട്ട് പോയിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്ന സീറ്റ് വരെയാണ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും കൂടുതൽ എളുപ്പമായിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു ഓഫീസാണ് വേണ്ടത്, ഇങ്ങനെ ഒരു എയർ കണ്ടീഷൻ സെറ്റപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യാണ് എൻ്റെ ആഗ്രഹം എന്ന് ഓരോ കുട്ടിയും ചിന്തിച്ച് തുടങ്ങുന്നിടത്തായിരിക്കും നിങ്ങളുടെ ഡ്രീം കം ട്രൂ ജോബിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വേക്കൻസി ഹണ്ട് സീരീസ് ഇങ്ങനെ തുടരും. നമ്മൾ ഇനി പുതിയ കമ്പനികളിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് സെറ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസികളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ബൈ.